ശീലം ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ നമ്മൾ ബോധപൂർവം ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണെന്ന് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷേ നമുക്കിതിനെ ഒരു ഹാബിറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എ സിയിലാണ് കൂടുതൽ സമയം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല. അതല്ലെങ്കിൽ ക്ലൈമറ്റ് നല്ല കൂൾ ക്ലൈമറ്റാണ്. ആ സമയത്ത് വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ച് ശീലിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ നമുക്കതൊരു ഹാബിറ്റാക്കി മാറ്റണം. കുറേ വെള്ളം എടുത്ത് കുടിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഇടയ്ക്ക് ഓരോ സിപ്പുകൾ വെള്ളം കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളം വാഷ്റൂമിൽ പോവുക, വിസർജനം നടത്തുക. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് വെള്ളം കുടിക്കുക. ഇത് ആദ്യ സമയങ്ങളിൽ നമ്മൾ അതിനെ മനഃപൂർവ്വം ബോധപൂർവം ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവും. നമ്മളറിയാതെ തന്നെ വെള്ളം നമ്മൾ വാഷ്റൂമിൽ പോയി വന്നാൽ തിരിച്ച് വെള്ളം എടുത്ത് കുടിക്കും. അത് നടക്കട്ടെ. അത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു സൈക്കിള് എപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നേരത്തെ പറഞ്ഞ സൗന്ദര്യത്തിനുമൊക്കെ വളരെ നല്ലതാണ്. ഈ ശീലം ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ നമ്മൾ ബോധപൂർവം ചെയ്യുക എന്നുള്ളതാണ്. 3 ലിറ്റർ വെള്ളം ആരോഗ്യമുള്ള ഒരാൾ കുടിക്കണം എന്നുള്ളതാണ്. അതായത് 20 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ 1 ലിറ്റർ കുടിച്ചിരിക്കണം എന്നുള്ളതാണ് സയൻറ്റിഫിക്കലി പറയണത്. അപ്പോൾ ഈ സാധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ആരോഗ്യമുള്ള ഒരാൾ 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്ന് പറയുന്നുണ്ട്. അത് മുഴുവൻ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ പല രീതിയിൽ വെള്ളം കൺസ്യൂം ചെയ്യുന്നുണ്ട്. വെള്ളം മാത്രമല്ല, ചായ കുടിക്കുന്നവരുണ്ടാകും. അതിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ആ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 3 ലിറ്റർ വെള്ളമെങ്കിലും പോകണം. അപ്പോൾ പ്യുവർ വാട്ടർ മാത്രം നമ്മൾ 2-ലധികം ലിറ്റർ കുടിക്കണം. അത് ശരീരത്തിനത് ആവശ്യമുണ്ട്.